अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि वकफ़ा वसलामुन अला इबादिहिल्लज़ीന ഇസ്തഫാ അമ്മാ ബഅദ്। ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ വസിയ്യത്ത് നടത്തിയിട്ടുണ്ട്. ഓരോ വീഡിയോയുടെയും താഴെ ഒരുപാട് ദുആ വസിയ്യത്തുകളാണ് കമൻറ്റുകളായി ആളുകൾ രേഖപ്പെടുത്തുന്നത്. അല്ലാഹു തആല ആരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയും എല്ലാ വിധത്തിലുള്ള ഹലാലായ മുറാദുകളും ഹാസിലാക്കുമാറാവട്ടെ. മക്കളൊക്കെ ഇപ്പോൾ പരീക്ഷ എഴുതുന്ന കാലമാണ്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കെല്ലാം ഉന്നതമായ വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം അല്ലാഹു തആല മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വലാത്തിൻ്റെ മാസം, സ്വലാത്തിൻ്റെ വാർഷിക മാസമായ ഈ ശഅബാനിൽ ഇൻഷാ അല്ലാഹ് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നമ്മളിൽ അവശേഷിക്കുന്നത്. കടന്നുവരുന്ന വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ 22-ാം തീയതി ബുധനാഴ്ച പരിശുദ്ധമായ ശഅബാൻ മാസം 29 അന്ന് നിലാവ് കണ്ടാൽ, അന്ന് മഗ്രിബോടുകൂടി പിറ കണ്ടാൽ 23-ാം തീയതി വ്യാഴാഴ്ച നമുക്ക് പരിശുദ്ധമായ റമളാൻ ഒന്നായിരിക്കും. ഇനി നിലാവ് കണ്ടില്ല എങ്കിൽ 23-ാം തീയതി വ്യാഴാഴ്ച, മാർച്ച് മാസം 23-ാം തീയതി വ്യാഴാഴ്ച പുണ്യമാക്കപ്പെട്ട ശഅബാൻ മാസം 30 പൂർത്തിയാക്കി വെള്ളിയാഴ്ച, മാർച്ച് മാസം 24-ാം തീയതി വെള്ളിയാഴ്ച ഏതായാലും റമളാൻ ഒന്നായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് പരിശുദ്ധമായ റമളാനിന് വേണ്ടി നമ്മളൊന്ന് ഒരുങ്ങേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ റമളാനിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, ആ റമളാനിനെ എങ്ങനെയാണ് നമുക്കിപ്പോഴേ പ്രയോജനപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന വിശാലമായ ചർച്ചകൾ ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് ഉണർത്തുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. റജബുൽ ലിതത്ഹീരിൽ ബദൻ, ശഅബാൻ ലിതത്ഹീരിൽ ഖൽബ്, റമളാൻ ലിതത്ഹീരിർ റൂഹ്. പരിശുദ്ധമായ റജബ് മാസം നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനുള്ളതാണ്. പവിത്രമായ ശഅബാൻ മാസം നമ്മുടെ ഖൽബിനെ ശുദ്ധീകരിക്കാനുള്ളതാണ്. ഇനി വരാനിരിക്കുന്ന പരിപാവനമായ റമളാൻ അത് നമ്മുടെ ആത്മാവിനെ സംശുദ്ധീകരിക്കേണ്ട മാസമാണ്. റജബ് കഴിഞ്ഞുപോയി, ശഅബാൻ വിട പറയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏറ്റവും വലിയ പ്രതിഫലങ്ങൾ വാരിക്കോരി അല്ലാഹു തആല നൽകുന്ന റമളാൻ, അതിനു തൊട്ടു മുമ്പ് ഇനിയും നിങ്ങൾ നന്നായിട്ടില്ലെങ്കിൽ ഒന്ന് നന്നാവാൻ അല്ലാഹു ലാസ്റ്റ് ചാൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. റമളാൻ വരുമ്പോൾ നമ്മുടെ പള്ളികളെല്ലാം ശുദ്ധീകരിച്ചിരിക്കുന്നു. പല പള്ളികളിലും പെയിൻറ്റുകൾ അടിച്ചു കഴിഞ്ഞു. പല വീടുകളിലും ഉമ്മമാര് അവരുടെ പാത്രങ്ങളൊക്കെ കഴുകി ശുദ്ധീകരിച്ച് റമളാനിനെ സ്വീകരിക്കാനുള്ള വലിയ തയ്യാറെടുപ്പാണ്. നമ്മുടെ പള്ളികളും വീടുകളൊക്കെ ശുദ്ധീകരിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയുമാണ്. ശരീരത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള മാലിന്യങ്ങൾ, ഹറാമുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച്, അതുപോലെ തന്നെ ഹൃദയത്തിലുള്ള മോശമായ ചിന്തകളും അസൂയയും കുശുമ്പും പരദൂഷണവും ഏഷണിയും അതൊക്കെ മാറ്റിവെച്ച് നല്ല ഹൃദയത്തോടെ നല്ല ശരീരത്തോടെ ആ റമളാനിനെ നമ്മൾ വരവേൽക്കുക. നല്ല ഹൃദയത്തോടെ റമളാനിനെ സ്വീകരിച്ചാൽ മാത്രമേ ആ റമളാൻ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളോടും പറയാനുള്ളത്, ഈ അവസാനത്തെ പരിശുദ്ധമായ ശഅബാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മൾ ഉപയോഗപ്പെടുത്തിയേ തീരൂ. കാരണം വലിയ പ്രതിഫലങ്ങളാണ് ഇന്നത്തെ ദിവസം ഈ രാവിലും ഈ പകലിലുമെല്ലാം അല്ലാഹു വെച്ചിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, വെള്ളിയാഴ്ച ദിവസത്തിന് വളരെ വലിയ പവിത്രതയാണുള്ളത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാൾ, ആ ഖിയാമത്ത് നാൾ വരെ ഈ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം അത് ശഅബാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാകുമ്പോൾ പ്രതിഫലങ്ങൾ ഇരട്ടിക്കുകയാണ്. കാരണം വലിയൊരു അതിഥി നമ്മളിലേക്ക് വരാനിരിക്കുന്നു. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ സൃഷ്ടിച്ചത് ഇതുപോലൊരു വെള്ളിയാഴ്ചയായിരുന്നു. അതുപോലെ തന്നെ മുഴുവൻ പ്രവാചകന്മാർക്കും അള്ളാഹു അവരുടെ ജീവിതത്തിൽ കൊടുത്തിട്ടുള്ള ഓരോരോ അസുലഭ മുഹൂർത്തങ്ങൾ, ഓരോരോ അനുഗ്രഹങ്ങൾ അതൊക്കെ വെള്ളിയാഴ്ചകളിലാണ് അള്ളാഹു കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ലോകവും അതിലുള്ള സർവ്വ ചരാചരങ്ങളും നശിച്ച് നാമാവശേഷമായി പോകുന്ന ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതും ഇതുപോലൊരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ചക്ക് വളരെ വലിയ മഹത്വമാണുള്ളത്. അതുകൊണ്ട് ഈ ശഅബാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ
ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തേത് സുബ്ഹി നമസ്കാരം, ആ വെള്ളിയാഴ്ചത്തെ സുബ്ഹി നമസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ സുബ്ഹിക്ക് ശേഷമോ അല്ലെങ്കിൽ സുബ്ഹിക്ക് മുമ്പോ അല്ലെങ്കിൽ ഒരു 10 മണിക്കോ അല്ലെങ്കിൽ ഒരു 9 മണിക്കോ ഒക്കെ നമ്മൾ സാധാരണ ജുമുഅക്ക് വേണ്ടി കുളിക്കുന്നവരാണ്. ആ കുളിക്കുന്ന സമയത്ത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ജുമുഅക്ക് വേണ്ടിയുള്ള പ്രത്യേകം നിയ്യത്ത് വെക്കുക. ജുമുഅ നമസ്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ജുമുഅക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന ആ നിയ്യത്ത് ആണായാലും പെണ്ണായാലും നമ്മൾ വെക്കട്ടെ. കാരണം വലിയ പ്രതിഫലമാണ് അള്ളാഹു അതിന് നൽകുക. ജുമുഅക്ക് പ്രത്യേകം കരുതിയിട്ട് ഒരു മനുഷ്യൻ കുളിക്കുകയാണെങ്കിൽ മാറാരോഗങ്ങളിൽ നിന്നും അള്ളാഹു അവൻ്റെ ശരീരത്തെ കാക്കുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രമെല്ലാം ധരിച്ച്, പ്രത്യേകിച്ച് വെള്ള വസ്ത്രം ധരിക്കൽ ഏറ്റവും ഉത്തമമാണ്. ആ നല്ല വസ്ത്രമെല്ലാം ധരിച്ച് എൻ്റെ സഹോദരന്മാരെ നമ്മൾ പള്ളിയിലേക്ക് കടന്നു ചെല്ലുക. ആ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സമയമാണ്. ചില ഉപ്പമാരെ സംബന്ധിച്ചിടത്തോളം അവർ സുബ്ഹി നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ വെച്ച് തന്നെ ആ സമയത്ത് തന്നെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ വളരെ വലിയ പ്രതിഫലമാണ്. അതോടൊപ്പം തന്നെ ജുമുഅക്ക് ചെല്ലുന്ന ഏത് സമയത്താണോ, ചിലപ്പോൾ ചില ആളുകൾ 12 മണിക്കായിരിക്കും ചെല്ലുക, അല്ലെങ്കിൽ 11:30 ചെല്ലുന്ന ആളുകളുണ്ടാകും. എങ്ങനെയാണെങ്കിലും പള്ളിയിൽ ചെല്ലുന്ന സമയത്ത് അവർ ആ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യട്ടെ, പൂർണ്ണമായും പാരായണം ചെയ്യുക. ഇനി പൂർണ്ണമായും പാരായണം ചെയ്യാൻ ജുമുഅക്ക് മുമ്പ് നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ജുമുഅ നമസ്കാരത്തിന് ശേഷം അതൊന്ന് ഓതി തീർത്തിട്ട് വേണേ നമ്മൾ പള്ളിയിൽ നിന്നും ഇറങ്ങിപ്പോവാൻ. അതോടൊപ്പം തന്നെ എൻ്റെ ഉമ്മമാർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ആ സൂറത്തുൽ കഹ്ഫ് ഒന്ന് പാരായണം ചെയ്യുക. നമ്മൾ ജോലിയുടെ തിരക്കായിരിക്കും, മക്കൾ സ്കൂളിൽ വിടുന്ന തിരക്ക്, മക്കളൊക്കെ ഇപ്പോൾ പരീക്ഷ എഴുതുന്ന കാലമാണ്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കെല്ലാം ഉന്നതമായ വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സമയത്തും ഈ സൂറത്തുൽ കഹ്ഫും അതുപോലെ ഒരുപാട് സ്വലാത്തുകളൊക്കെ ചൊല്ലാൻ, പ്രത്യേകിച്ച് ശഅബാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാകുന്ന ആ ഒരു വെള്ളിയാഴ്ചയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക, ദിക്റുകൾ ചൊല്ലുക. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅ അളാഅ ലഹു മിൻ നൂർ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ ഒരു ജുമുഅ ദിവസത്തിൽ അത് ജുമുഅക്ക് മുമ്പാവട്ടെ അത് ജുമുഅക്ക് ശേഷമാവട്ടെ അവൻ എന്ത് ചെയ്യുക? സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. അങ്ങനെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അടുത്ത ജുമുഅ നമസ്കാരം വരെയുള്ള ആ ഒരാഴ്ചത്തെ കാലയളവിൽ അല്ലാഹു തആല അവൻ്റെ ജീവിതത്തിൽ പ്രകാശം നൽകുമെന്നാണ്. ഇവിടെ പ്രകാശം കൊണ്ട് ഉലമാക്കൾ വിശദീകരിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കും, ആപത്ത് മുസീബത്തുകളെ തൊട്ട് തടയുമെന്നാണ്, അതുപോലെ കണ്ണേറ് സിഹിറിനെ തൊട്ട് തടയുമെന്നാണ്. അതുകൊണ്ട് ഈ ശഅബാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച കടന്നു വരുമ്പോൾ പ്രത്യേകം നമ്മൾ ജാഗരൂകരായി മാറണം. എന്തിന്? ജുമുഅ നമസ്കാരത്തിന് വേണ്ടി പ്രത്യേകം നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോവുക. കാരണം ഇനി റമളാനാണ് വരുന്നത്. ആ റമളാനിന് മുമ്പുള്ള ഒരു ട്രെയിലറായി നമ്മൾ ഈ ജുമുഅയെ, ഈ ദിവസത്തെ കണ്ടുകൊണ്ട് പ്രത്യേകം നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോവുക. അവിടെ ചെന്ന് നല്ല ഹൃദയത്തോടെ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ പള്ളിയിൽ കയറേണ്ട ദിക്റുകളൊക്കെ പറഞ്ഞ്, അതുപോലെ തന്നെ ഇഅ്തികാഫിന്റെ നിയ്യത്തിന് നമ്മൾ മറന്നു പോവാൻ പാടില്ല. എപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് കയറിയാലും നവൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദ് ലില്ലാഹി തആല എന്ന ആ ഒരു ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുക, സൂറത്തുൽ കഹ്ഫ് ഓതുക, അതുപോലെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക, ഒരുപാട് കണ്ട് ദുആ ചെയ്യുക. ആ റമളാനിലേക്ക് നമ്മൾ എത്തണം, അല്ലെ? റമളാൻ ആയിട്ടില്ല, റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ആ പ്രവേശനത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യുക. കാരണം എത്രയോ ആളുകൾ റമളാനിന് തൊട്ട് മുമ്പുള്ള 1-2 നിമിഷങ്ങൾക്ക് മുമ്പ് വരെ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അവരൊക്കെ വലിയ ആഗ്രഹത്തോടു കൂടി ദുആ ചെയ്തതാണ്. പക്ഷേ അല്ലാഹു തആല അവരുടെ ദുആ മാറ്റിവെച്ച് അവരെ മരണത്തിലേക്ക് കൊണ്ടുപോയി. അതിലേക്കൊന്നും പോവാതെ എത്രയും വേഗം ആ റമളാനിലേക്ക് ഒന്നെത്താൻ നമ്മൾ പ്രത്യേകം ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസം കടന്നു വരുമ്പോൾ ഒരുപാട് ശ്രേഷ്ഠതകളാണ്. ഓതുന്ന ഓരോ ഖുർആനിനും, പറയുന്ന ഓരോ ദിക്റുകൾക്കും, നമ്മൾ ചൊല്ലുന്ന ഓരോ തസ്ബീഹുകൾക്കും അല്ലാഹു വളരെ വലിയ പ്രതിഫലമാണ് നൽകുക. അതുപോലെ തന്നെ ജുമുഅക്ക് ശേഷം മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളിൽ ചെന്നിട്ട് ഒന്ന് സിയാറത്ത് ചെയ്യുക. വാപ്പയുടെ, ഉമ്മയുടെ, അതുപോലെ മരണപ്പെട്ടു പോയ ഭാര്യ ഉണ്ടാകും, മക്കളുണ്ടാകും, സഹോദരന്മാരുണ്ടാകും. അവരുടെ ഖബറിൽ പോയിട്ട് ഒന്ന് സിയാറത്ത് ചെയ്യുക, അവരോടൊക്കെ ഒന്ന് സലാം പറയുക. അതോടൊപ്പം തന്നെ ഉമ്മമാർക്കൊക്കെ സംശയമുണ്ടാകും, ഉസ്താദേ ഞങ്ങൾക്ക് ജുമുഅ നിസ്കാരമില്ലേ എന്ന്. എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജുമുഅ നമസ്കാരമില്ല, നിങ്ങൾക്കുള്ളത് ളുഹ്ർ നിസ്കാരം തന്നെയാണ്.
ളുഹർ നിസ്കാരം തന്നെയാണ്. നിങ്ങളെ ആ ജോലി തിരക്കിൻ്റെ ഇടയിൽ ഓടിപ്പിടിച്ച് കുളിച്ച് ശുദ്ധിയായി അല്ലെങ്കിൽ പള്ളിയിലേക്ക് വന്ന് ജുമാ നിസ്കരിക്കേണ്ട അങ്ങനെ ഒരു കാര്യവുമില്ല. വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ പുരുഷന്മാർ എത്ര കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് പള്ളിയിൽ പോയി ജുമാ നിസ്കരിക്കുന്നു അതുപോലത്തെ പ്രതിഫലമാണ് നിങ്ങൾക്ക് വീട്ടിൽ 4 റക്അത്ത് ളുഹർ നിസ്കരിച്ചാൽ അള്ളാഹു നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ആ ജുമഅയുടെ നിയ്യത്ത് വെച്ച്, ആ ജുമഅയുടെ നിയ്യത്ത് വെള്ളിയാഴ്ച സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന ആ ഒരു നിയ്യത്തിൽ കുളിച്ചാൽ പുരുഷന്മാർ ജുമഅക്ക് വേണ്ടി കുളിക്കുമ്പോഴുള്ള ആ നിയ്യത്ത് വെച്ച് കുളിക്കുമ്പോഴുള്ള പ്രതിഫലം എന്തുണ്ടോ അതുപോലത്തെ പ്രതിഫലം നിങ്ങൾക്കും കിട്ടും. അതുകൊണ്ട് ആ മുസല്ലയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക. പരിശുദ്ധമായ റമളാൻ മാസം വരികയാണ്. ആ റമളാനിലേക്ക് അള്ളാഹുവെ ഞങ്ങളെ എത്തിക്കണേ എന്ന ആ നല്ലൊരു ദുആയൊക്കെ ആ നിസ്കാരപ്പായിൽ ഇരുന്ന് കണ്ട് നിങ്ങൾക്ക് ചൊല്ലാം. ആ നിസ്കാരപ്പായിലേക്ക് മുസല്ലയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നവൈതുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മക്കാൻ എന്ന് വേണമെങ്കിൽ പറയാം. നവൈതുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മക്കാൻ, അല്ലാഹുവേ ഈ സ്ഥലത്ത് ഞാൻ നിനക്ക് ഇഅ്തികാഫിന് വേണ്ടി ഇരിക്കുന്നു എന്ന് നിയത്ത് ചെയ്താൽ ആ ഇഅ്തികാഫിന്റെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകും. കാരണം നിങ്ങൾക്ക് പള്ളിയിൽ പോയി ഇഅ്തികാഫ് ഇരിക്കാനുള്ള സൗകര്യവും അതുപോലത്തെ ആ ഒരു അവസരവും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ എവിടെയാണോ നിസ്കരിക്കുന്നത് അവിടെ ആ ഇഅ്തികാഫിന്റെ നിയത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഇഅ്തികാഫ് ഇരിക്കുന്നു എന്ന് നിയത്ത് വെച്ചാൽ ഇഅ്തികാഫ് പുരുഷന്മാർ പള്ളിയിൽ ഇരിക്കുമ്പോൾ എന്ത് പ്രതിഫലമാണോ അതുപോലത്തെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകും. അത് തീർച്ചയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കും, അങ്ങനെയുണ്ടോ, അത് ഏത് കിതാബില്ല, അത് എവിടെയുണ്ടോ, അത് അങ്ങനെയുണ്ടോ, ഏത് ഇമാം പറഞ്ഞു എന്നൊക്കെ ചോദിക്കും. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിപ്പടയിൽ ആ ഒരു വിശ്വാസമുള്ള വിശ്വാസിനികളോടാണ് എൻ്റെ സംസാരം. ഇതിനെതിരെ അഭിപ്രായമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവാം. അവരുടെ അഭിപ്രായവുമായിട്ട് മുന്നോട്ട് പോവട്ടെ. ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എവിടെയാണോ നിസ്കരിക്കുന്നത്, എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിലാവാം, അല്ലെങ്കിൽ ഹാളിലാവാം, ചിലപ്പോൾ മുസല്ല വിരിച്ചാവാം, ചിലപ്പോൾ ജമാഅത്തായിട്ട് പായ വിരിച്ചാവാം, വീട്ടിലുള്ള മരുമക്കളൊക്കെ ആയിട്ട്. ആ സമയത്ത് നിങ്ങൾ മനസ്സിൽ കരുതുക, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ഇഅ്തികാഫിന്റെ നിയത്ത് ചെയ്യുന്നു, ഞാൻ ഇഅ്തികാഫ് ഇരിക്കുന്നു എന്ന് നിയത്ത് വെച്ചാൽ പള്ളിയിൽ പുരുഷന്മാരിരിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. ആ ഒരു പ്രതിഫലം എല്ലാവർക്കും കിട്ടും, ഈ നിയത്ത് വെച്ച എൻ്റെ ഉമ്മമാർക്ക്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പാടിയ 4 വരി ബൈത്ത് നമ്മൾ മുമ്പ് ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 4 വരി ബൈത്ത് നമ്മൾ സ്ഥിരമായി പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം എടുത്തെടുത്ത് ഇങ്ങനെ ഓതിയാൽ, അതിങ്ങനെ പാരായണം ചെയ്താൽ, അത് നമുക്ക് മനഃപ്പാടമാക്കാൻ വളരെ നിസ്സാരമായ സമയം മതി. അതിങ്ങനെ പാരായണം ചെയ്താൽ നരകമോചനവും സ്വർഗപ്രവേശനവും അള്ളാഹു നൽകുമെന്ന് ഈ ഒരു പദ്യത്തെ പറ്റി പഠിച്ച ഉലമാക്കൾ പറഞ്ഞു തരുകയാണ്. അത്രത്തോളം വലിയ മഹത്വമാണ്. ഏതാണ് ആ പദ്യം എന്നറിയോ, ഏതാണ് ആ ബൈത്ത് എന്നറിയോ? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി. ആ ഒരു ബൈത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. ഒന്നുകൂടി പാടാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി. അല്ലാഹുവേ റബ്ബേ, അല്ലാഹുവേ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, പരിശുദ്ധമായ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ ഒരുപാട് അമലുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. ആ വലിയ അമലുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ ചെയ്ത പാപങ്ങൾ കൊണ്ട് നരകത്തിലേക്ക് പോവാനുള്ള, ആ നരകത്തിൽ ചെന്നാൽ ആ ശിക്ഷ അനുഭവിക്കാനുള്ള ശക്തി എനിക്കില്ല. ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി. അല്ലാഹുവേ പടച്ചവനെ, എനിക്ക് നിന്റെ ഓശാരമായിട്ട് മഗ്ഫിറത്തിനെയും നിന്റെ റഹ്മത്തിനെയും എനിക്ക് നൽകണേ അല്ലാ. ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി. എത്ര വലിയ പാപങ്ങൾ ചെയ്താലും എത്ര വലിയ ദോഷത്തരങ്ങൾ ചെയ്താലും അതൊക്കെ പുറത്തു കൊടുക്കാനുള്ള മഹത്വമുള്ള ഒരു കരുണ അല്ലാഹുവേ നിനക്കുണ്ടല്ലോ എന്നാണ് ആ ബൈത്തിന്റെ ഏകദേശം മൊത്തത്തിലുള്ള അർത്ഥം. അതിങ്ങനെ പാരായണം ചെയ്യുക. നമുക്കറിയാം
അറിയാമായിരിക്കും, അറിയില്ലാത്തവർ അത് ഇന്ന് തന്നെ ഒന്ന് മനഃപ്പാഠമാക്കുക. പരിശുദ്ധമായ റമളാനൊക്കെ വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അതൊക്കെ ഒരു ദിക്റാണ്, ഒരു തസ്ബീഹാണ്. അത് പ്രത്യേകം കരുതി നമ്മൾ ഓതുക. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ച നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യമാണല്ലോ സ്വലാത്ത്. ആ സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായ, എല്ലാ സ്വലാത്തുകൾക്കും പവറുണ്ട്, എല്ലാ സ്വലാത്തുകളും ചൊല്ലിയാലും വളരെ വലിയ പ്രതിഫലമാണ്. എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ സ്വലാത്ത്, ആ സ്വലാത്ത് ചൊല്ലിയാൽ ഒരു സ്വലാത്തിന് 1000, 2000, 7000 ഒക്കെ അള്ളാഹു പ്രതിഫലം നൽകും. കാരണം എന്താണ്? ആ സ്വലാത്ത് അങ്ങനെയാണ് നമ്മൾ ചൊല്ലുക. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് കൂടി വേണമെങ്കിൽ ചേർക്കാം, ചേർത്തില്ല എന്ന് വെച്ച് കുഴപ്പമില്ല. അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവേ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ. അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ ആലിനും അസ്ഹാബിനും എല്ലാവർക്കും നീ കൊടുക്കണേ. എങ്ങനെയുള്ള ഗുണവും രക്ഷയും സമാധാനവുമാണ്? നിന്റെ ഇൽമിൽ, നിന്റെ അറിവിൽ എന്തെല്ലാം വസ്തുക്കൾ ഈ ലോകത്തുണ്ടോ, അള്ളാഹുവിൻ്റെ ഇൽമിൽ ഇല്ലാത്ത ഒരു വസ്തുവും ലോകത്തില്ലല്ലോ. ഈ കാണുന്ന മുഴുവൻ വസ്തുക്കളും നമ്മുടെ ചുറ്റുപാടും ലോകത്ത് എന്തെല്ലാം ഉണ്ടോ ഈ ലോകം മുഴുവനും അള്ളാഹുവിൻ്റെ ഇൽമിലുള്ളതാണ്. ആ ഇൽമിലുള്ള ഓരോ വസ്തുവിൻ്റെയും എണ്ണത്തിനനുസരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും ചെയ്യണേ എന്ന് ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ എത്രയോ പ്രതിഫലമാണ് കിട്ടുക. അത് നമുക്ക് വിശദീകരിക്കാനേ സാധിക്കില്ല, അത് വിവരിക്കാനേ സാധിക്കില്ല. അതിൻ്റെ പ്രതിഫലം വളരെ വലുതാണ്. അതുകൊണ്ട് ഈ സ്വലാത്ത് ആരും മറന്നു പോവണ്ട. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ് എന്ന ആ ഒരു സ്വലാത്ത് എല്ലാവരും പഠിച്ചു വെക്കുക. അതുപോലെ മുമ്പ് പറഞ്ഞ ആ ഇലാഹി ലസ്തു എന്ന് തുടങ്ങുന്ന ആ ഒരു ബൈത്ത് അതും പഠിച്ചു വെക്കുക. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. അതോടൊപ്പം തന്നെ ജുമുഅ നമസ്കാരത്തിന് വേണ്ടി നേരത്തെ പള്ളിയിലേക്ക് പോവുക. അവിടെ ചെന്ന് വെറുതെ ഫിത്തനയും ഫസാദും ഒന്നും പറയാതെ ദിക്റുകളിലും സ്വലാത്തുകളിലുമായി കഴിഞ്ഞുകൂടുക. ഒരുപാട് കണ്ട് ദുആ ചെയ്യുക. അതോടൊപ്പം ജുമുഅക്ക് വേണ്ടി കുളിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ നഖങ്ങളും അതുപോലെ തന്നെ ശരീരത്തിൽ നിന്നും നീക്കേണ്ട രോമങ്ങളൊക്കെ നീക്കി ശുദ്ധിയായിട്ട് നല്ല മനസ്സോടെ നല്ല ശരീരത്തോടു കൂടി വേണം നമ്മൾ ജുമുഅക്ക് വേണ്ടി പോവാൻ. പ്രത്യേകിച്ച് ഈ ശഅബാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിലേക്ക് പോവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ. ആ പരിശുദ്ധമായ റമളാനിനെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുവാനും അതിലൊരുപാട് നന്മകൾ ചെയ്യുവാനും ആ ചെയ്യുന്ന നന്മകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കുവാനും അള്ളാഹു തന്നെ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അതെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. ഒരുപാട് നിസ്കരിച്ചിട്ട് അള്ളാഹു അവസാനം സ്വീകരിക്കാതിരുന്നാൽ, ഒരുപാട് നോമ്പ് പിടിച്ചിട്ട് അള്ളാഹു തആല അതൊക്കെ വലിച്ചെറിഞ്ഞാൽ നമ്മുടെ കാര്യം വളരെ കഷ്ടമാകും. അതുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം എന്ന ആ ഒരു ദുആ അത് പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ദുആയാണ്. നമ്മുടെ ചെയ്യുന്ന അമലുകളും നമ്മുടെ നിസ്കാരവും നോമ്പൊക്കെ സ്വീകരിക്കണേ എന്നുള്ള ദുആയാണ്. അതുകൊണ്ട് ആ ഒരു ദുആ എപ്പോഴും നമ്മൾ ചെയ്യുക. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം അതെപ്പോഴും നമ്മൾ പറയുക. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു തആല സഫലീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സ്വർഗ്ഗം പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. റമളാനാണ് വരിക. നമ്മൾ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു തആല മറ്റൊരാളെ ഏൽപ്പിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ശഅബാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച, അതോടൊപ്പം തന്നെ അതിൻ്റെ രാവിനും വലിയ മഹത്വമാണുള്ളത്. രാവെന്ന് പറഞ്ഞാൽ ആ വ്യാഴാഴ്ച മഗ്രിബോടുകൂടി ആ രാവ് അങ്ങോട്ട് തുടങ്ങുകയാണ്. വ്യാഴാഴ്ച മഗ്രിബിൻ്റെ ജമാഅത്ത്, ഇശാഇൻ്റെ ജമാഅത്ത്, അതിനുശേഷവും മുമ്പുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അന്നത്തെ സുബ്ഹി നമസ്കാരവും വെള്ളിയാഴ്ചയിലുള്ള സുബ്ഹി നമസ്കാരവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ രാവിലെ വലിയ മഹത്വമാണുള്ളത്. അന്ന് മുതലേ, ആ സമയം മുതലേ നമ്മൾ എന്ത് ചെയ്യുക? ദിക്റുകളും സ്വലാത്തുകളും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഒരുപാട് കണ്ട് ദുആ ചെയ്യുക. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ ആഴ്ചയിൽ ഉയർത്തപ്പെടുന്നത് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയുമാണ്. ആ വ്യാഴാഴ്ച നമ്മുടെ അമലുകൾ എങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ
അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലുന്നവരായിട്ട്, സ്വലാത്ത് ചൊല്ലുന്നവരായിട്ട്, അന്നത്തെ ആ മഗ്രിബ് നമസ്കാരവും ഇശാ നമസ്കാരവും ഒക്കെ ജമാഅത്തായി നിസ്കരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ആ ആഴ്ച ചെയ്ത അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നതെങ്കിൽ നമുക്ക് വളരെ വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുക. എൻ്റെ ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആ രാവിലൊക്കെ മക്കളെ കൊണ്ട് സൂറത്ത് യാസീനും അതുപോലെ സൂറത്തുൽ കഹ്ഫൊക്കെ ആ സമയത്ത് തന്നെ ഓതാൻ തുടങ്ങിയാൽ വളരെ വലിയ പ്രതിഫലമാണ്. സൂറത്തു ദഹർ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ, അതുപോലെ ലൗ അൻസൽന, അതുപോലെ ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന ആയത്തുകളൊക്കെ ഒരുപാട് നമുക്ക് ഓതാനും പറയാനുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് വളരെ വലിയ പ്രതിഫലം ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹു നൽകും. അള്ളാഹു നൽകുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാ, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ മഹത്തായ ദീനി പ്രസ്ഥാനം അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖോടുകൂടി നിങ്ങളുടെ സഹകരണത്തോടുകൂടി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ ആ വലിയ സഹകരണമാണ് നമ്മുടെ ഈ ഒരു ഒത്തുകൂടലിൻ്റെയും നമ്മുടെ ഈ പറയലിൻ്റെയും ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുടെയും ഒക്കെ വിജയം. ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടുന്ന വലിയ കാര്യമാണ് എന്ന് നമ്മൾ ആരും മറന്നു പോകേണ്ട. കാരണം ഇതിൽ വരുന്ന വീഡിയോകൾ മറ്റുള്ളവർക്കൊന്ന് എത്തിച്ചു കൊടുത്താൽ, ഷെയർ ചെയ്താൽ വളരെ വലിയ പ്രതിഫലമാണ്. കാരണം നമുക്കറിയാവുന്ന ഇൽമ് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അറിഞ്ഞോളണമെന്നില്ല. അത് അവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുമ്പോൾ, അവരുടെ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ അവരും അത് കേൾക്കുവാനും ഈ പറയുന്ന സ്വലാത്തുകളും ദിക്റുകളും ഔറാദുകളൊക്കെ ചൊല്ലാൻ അത് കാരണമായാൽ ആ ഷെയർ ചെയ്ത നമുക്കാണ് അതിൻ്റെ പ്രതിഫലം. അതുകൊണ്ട് ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ ചാനൽ വരുന്ന ഇത്തരം ഇസ്ലാമികപരമായ അറിവുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളിന്ന് എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മുടെ വീടുകളിൽ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരു 5 കാര്യങ്ങളുണ്ട്. ആ 5 കാര്യങ്ങൾ സൂക്ഷിച്ചില്ല എങ്കിൽ ഭയങ്കര നഷ്ടം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ശ്രദ്ധിച്ചാൽ വലിയ ലാഭവും ഉണ്ടായേക്കാം. ഏതൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, അതുപോലെ ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ പരിചയപ്പെടാൻ ഈ കാണുന്ന വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ വീട്ടിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ 5 കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോ നിങ്ങൾ കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.